പുതിയ കാലത്തിനനുസൃതമായ വികസന കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു സമ്മേളനം കഴിഞ്ഞ കാല സംസ്ഥാന സമ്മേളന CPM സമ്മേളനങ്ങളിൽ നിന്നും കൊല്ലം സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ പാർട്ടിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പാർട്ടിയുടെ നയവ്യതിയാനങ്ങളിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ എങ്ങനെയാണ് താങ്കൾ ഒരു വിശകലനം നടത്തുക? ഈ സമ്മേളനത്തെ എങ്ങനെയാണ് വ്യത്യസ്തമായ ഒരു സമ്മേളനമായി താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഹ്രസ്വകാല പരിപാടിയോ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച ഒരു കാഴ്ചപ്പാടോ മാത്രമല്ലല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ലോക സാഹചര്യത്തിൽ വന്നിട്ടുള്ള മാറ്റം, പ്രത്യേകിച്ച് വർഗസമരത്തിൻ്റെ രാഷ്ട്രീയം മുന്നിൽ കാണുന്നത് ലോകത്തിലെ പുതിയ മുതലാളിത്തം ഏത് രീതിയിലാണ് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് കോർപ്പറേറ്റ് മുതലാളിത്തം അതിൻ്റെ ചൂഷിതര രണ്ട് വർഗങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അകത്തെ കോൺഫ്ലിക്റ്റ് സമരങ്ങൾ ഏത് നിലയ്ക്കാണ് രൂപപ്പെടുന്നത്, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സർവ്വദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ത് റോളാണുള്ളത്, അതിൻ്റെ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള ആ സമരത്തിൽ പങ്കാളികളാവുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് പ്രാദേശികവും ദേശീയവുമായിട്ടുള്ള ഭരണവർഗങ്ങളോട് ഏറ്റുമുട്ടി അടിസ്ഥാന സമൂഹങ്ങളുടെ മോചനത്തിന് അവരുടെ താൽക്കാലികമായ മോചനം മുതൽ നിരന്തരമായ മോചനം വരെയുള്ള പ്രക്രിയകൾക്ക് അനുഗുണമാക്കി തീർക്കേണ്ടത് തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു CPMൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലും ഈ സാർവദേശീയ അന്തരീക്ഷത്തെക്കുറിച്ചും ദേശീയമായ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ അത്ര മോശമല്ലാത്ത, എനിക്ക് തോന്നുന്നത് വലിയ മോശമില്ലാത്ത ഒരു വിശകലനം തന്നെയാണ് അതിലുള്ളത്. ആ കാര്യങ്ങളിൽ അല്ല, അവരുടെ വിശകലനങ്ങൾ പലപ്പോഴും ശരിയാണ്. അവരുടെ വിപ്ലവ മുദ്രാവാക്യങ്ങളിൽ പഴയ മുദ്രാവാക്യങ്ങളിലോ കൊടിയുടെ നേരത്തിലോ ഒന്നും അല്ല വാസ്തവത്തിൽ പ്രശ്നം വരുന്നത് 90കൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വന്നു ചേർന്നിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വന്നു ചേർന്നിട്ടുള്ള വലിയ മാറ്റമുണ്ട്. ആ മാറ്റം കേരളത്തിൽ മാത്രമെന്ന് പറഞ്ഞുകൂടാ, കാരണം ബംഗാളിലും വന്ന മാറ്റമാണ് ബംഗാളിൽ പ്രതിധ്വനിച്ച് നമ്മൾ കണ്ടത്. ഈ മാറ്റം രാജ്യത്തൊട്ടാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്ന 1930കളിലും 40കളിലുമൊക്കെ പലയിടങ്ങളിൽ വളർന്നു വന്ന പ്രസ്ഥാനം, അത് ലോകത്തിലെ രാജ്യത്തെമ്പാടുമുള്ള തൊഴിൽശാലകൾ അടച്ചുപൂട്ടുന്നതിൻ്റെ ഭാഗമായി തൊഴിലാളി വർഗത്തിനുണ്ടായിരുന്ന ഉണർവുകൾ അടച്ചുമൂടപ്പെട്ട കാര്യമുണ്ട്. പലതരത്തിലുള്ള സെറ്റ് ബാക്കുകൾ അതിനുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ ശേഷം ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലുമായി ഉറച്ചുപോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി 90കളിൽ പിന്നെ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് നവലിബറൽ അജണ്ടയോട് കുറേയൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ശക്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് വളർന്നു വരികയാണ്. അതിനകത്ത് രൂക്ഷമായ ആശയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. 90കളിലെ 80കൾ മുതൽ 80കളിലും 90കളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിരൂക്ഷമായ ആശയ സംഘർഷമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ആശയ സംഘർഷമുണ്ടോ ഡോക്ടർ ആസാദ്? മാത്രമല്ല, ഇപ്പോൾ ഈ സമ്മേളനത്തിന് മുന്നോടിയായി MV ഗോവിന്ദൻ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പ്രായോഗികമായി പൂർണ്ണമായും നടപ്പാക്കാവുന്ന ഒരു സർക്കാരല്ല ഇവിടെയുള്ളത്. ഇവിടെ ഇടത് സർക്കാർ ഭരിക്കുന്നു എന്ന് വെക്കുമ്പോൾ ഇടത് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും ഇടത് സർക്കാരിൻ്റെ ഇടത് ആശയങ്ങൾ മാത്രം പ്രതിഫലിപ്പിക്കാവുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ നയങ്ങൾ, കേന്ദ്രത്തിൻ്റെ സമീപനങ്ങൾ, അതിന് അനുസൃതമായി അതിന് കീഴടങ്ങിക്കൊണ്ട് ചില കാര്യങ്ങളെങ്കിലും നടപ്പാക്കേണ്ടി വരും. അപ്പോൾ പൂർണ്ണമായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമായി ഇതിനെ കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല സ്മൃതി, ഇത് MV ഗോവിന്ദ മാഷ് ഇപ്പോൾ പുതുതായി പറയുന്നതല്ല. വാസ്തവത്തിൽ പ്രശ്നം അവിടെയല്ല. അപ്പോൾ ഈ ഗോവിന്ദ മാഷ് ഇപ്പോൾ പറയുന്നത് 57 EMS പറഞ്ഞ അതേ കാര്യമാണ്. 57 EMS ആണെങ്കിലും MN ഗോവിന്ദൻ നായരാണെങ്കിലും C അച്യുതമേനോനാണെങ്കിലും പാർട്ടി ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം, ഈ ഭരണം ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഭരണം വന്നിരിക്കുകയല്ല. മുതലാളിത്ത സാഹചര്യത്തിൽ ദേശീയമായ എല്ലാ കെട്ടുപാടുകൾക്കും ഇടയിൽ നിന്നുകൊണ്ടാണ് ഭരിച്ചു പോകേണ്ടത്. അപ്പോൾ താൽക്കാലിക ആശ്വാസം നൽകുക എന്നുള്ളത് മാത്രമേ കഴിയൂ എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താ? അടിസ്ഥാനമായ ഊന്നൽ അടിസ്ഥാന വർഗത്തിലായിരിക്കും, അടിത്തട്ട് വിഭാഗങ്ങളിലായിരിക്കും, അവരുടെ ആശ്വാസങ്ങൾക്കായിരിക്കും, അവരുടെ ജീവിതത്തിൽ അല്പമെങ്കിലും പുരോഗതി ഉണ്ടാക്കാനായിരിക്കും എന്നിടത്തായിരുന്നു അന്ന് ഊന്നിയത്. ഇപ്പോഴുള്ള പ്രശ്നം ഊന്നലുകൾ തെറ്റിയിരിക്കുന്നു എന്നുള്ളിടത്താണ്. ഇവിടെ സമരവും അന്ന് ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നാണ് EMSഉം പാർട്ടിയും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഭരണം ഒരു വഴിക്കും സമരം എന്ന് പറയുന്നത് ഇല്ലാതെയും ആയി തീരുന്നൊരവസ്ഥയുണ്ട്. ഇതാണ് ഇന്നത്തെ കോൺഫ്ലിക്റ്റ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഈ പറഞ്ഞ പോലെ അടിത്തട്ട് സമൂഹത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു ആസൂത്രണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് സമരം ചെയ്യുമ്പോൾ ക്ഷേമനിധികൾ ഇല്ലാതാവുമ്പോൾ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? അവർക്കത് കൊടുക്കുക എന്നുള്ളത് വികസനത്തിൻ്റെ മുൻ അജണ്ടയെ ഒന്നാം അജണ്ടയായി സ്വീകരിക്കാൻ
CPM-ന് കഴിയുന്നില്ല, അതിൻ്റെ ഭരണത്തിന് കഴിയുന്നില്ല. വാസ്തവത്തിൽ ഒന്നാം അജണ്ട അതാവണം. അതിന് വേണ്ടി എന്തൊക്കെ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, പല തീരുമാനങ്ങളും പിന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ EMS സർക്കാരിനെ പറ്റി തന്നെ പറഞ്ഞാൽ EMS ഒരു പ്രതിസന്ധി കാലത്ത് ജനങ്ങൾ ഭയങ്കരമായി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ശമ്പളം കുറയ്ക്കാം, മന്ത്രിമാരുടെ ശമ്പളം, കേരളത്തിലെ മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം കുറയ്ക്കാൻ തീരുമാനിച്ചു. അത് കുറച്ചത് കൊണ്ട് കേരളത്തിൽ വലിയ വികസന പ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അതൊരു അനുഭാവമാണ്. അതൊരു സമീപനമാണ്. അവിടെയാണ് കവി സച്ചിദാനന്ദൻ ഇന്ന് ഒരു പ്രതികരണമായി പറഞ്ഞിരിക്കുന്നത്. വർഗസമരത്തിലൂടെ വന്നിരിക്കുന്ന ഈ പാർട്ടി ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ ഏത് വർഗത്തിലാണ് പെടുത്തുന്നത്, ആ സ്ത്രീകളെ ഏത് വർഗത്തിൽ പെടുത്തുന്നു എന്ന് ചോദിക്കുന്നത്. ഈ ആശാ വർക്കർമാരുടെ സമരത്തെ സൂസി സമരം എന്നാണല്ലോ പരിഹസിക്കുന്നത്. ആ സമരം ഒരു വശത്ത് അവിടെ മുന്നേറുകയാണ്. ആ സമരത്തെ ഏതൊക്കെ ഭാഷയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് അവരുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടി നേതാക്കൾ എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.